ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ 4-ാം ഭാഗം. ഒരിക്കൽ ഒരു തുന്നൽക്കാരനുണ്ടായിരുന്നു. അയാൾ വളരെ രസികനായിരുന്നു. ഒരു ദിവസം തുന്നൽക്കാരനും ഭാര്യയും കൂടി വഴി നടക്കുമ്പോൾ ഒരു കൂനൻ കുടിച്ചു കൂത്താടുന്നത് കണ്ടു. തമാശയ്ക്ക് വേണ്ടി തയ്യൽക്കാരൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. രാത്രിയായി. തയ്യൽക്കാരൻ്റെ ഭാര്യ മീൻകറി കൊണ്ടുവന്ന് വെച്ചു. മീൻ വിഴുങ്ങാമോ, കടിക്കാതെ? അവർ പുഞ്ചിരിയോട് ചോദിച്ചു. കേട്ടപാടെ കൂനൻ മത്സ്യം വിഴുങ്ങി. അവൻ്റെ വായിൽ മുള്ളു തറച്ചു കയറി. വേദന കൊണ്ട് പിടഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു. 2 പേർക്കും പേടിയായി. 2 പേരും കൂടി ആലോചിച്ച് ഒടുവിൽ അവനെ ഒരു വസ്ത്രം കൊണ്ട് മൂടി എടുത്തുകൊണ്ടുപോയി. വഴിയിൽ കണ്ടവരോടെല്ലാം, ഞങ്ങളുടെ മകന് വസൂരിയാണ്, അതുകൊണ്ട് വൈദ്യൻ്റെ അടുക്കൽ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു ജൂത വൈദ്യൻ്റെ വീട്ടിലെത്തി. വീട്ടുവേലക്കാരിയുടെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയം കൊടുത്ത് മുകളിൽ നിന്ന് വൈദ്യനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വേലക്കാരി പോയ ഉടനെ കൂനിൻ്റെ ജഡം താഴെ കിടത്തി. അവർ സ്ഥലം വിട്ടു. സ്വർണ്ണ നാണയം കിട്ടിയ ഉടനെ ജൂതൻ സന്തോഷത്തോടെ ചാടിയോടി കോണിപ്പടി ഇറങ്ങി വരികയായിരുന്നു. ഇരുട്ടിൽ കൂനിൻ്റെ മേൽ ചവിട്ടി. മെഴുകുതിരി കൊളുത്തി നോക്കിയപ്പോൾ രോഗി മരിച്ചു കിടക്കുന്നതാണ് ജൂതൻ കണ്ടത്. തൻ്റെ ചവിട്ടുകൊണ്ട് മരിച്ചതായിരിക്കുമെന്ന് കരുതി പാവം വൈദ്യൻ പരിഭ്രമിച്ചുപോയി. വൈദ്യൻ ഭാര്യയെ വിവരം ധരിപ്പിച്ചു. ഭാര്യയുടെ ഉപദേശപ്രകാരം കൂനൻ്റെ ശവം അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുൽത്താൻ്റെ അടുക്കളക്കാരൻ്റെ വീട്ടിലെത്തിക്കാൻ നിശ്ചയിച്ചു. ആ അടുക്കളക്കാരൻ മുസ്ലിമിൻ്റെ വീട്ടിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ധാരാളം പൂച്ചകളും എലികളും ഉണ്ടായിരുന്നു. അവ ആ ശവം ഒരു രാത്രി കൊണ്ട് തിന്നു തീർത്തുകൊള്ളും എന്നതായിരുന്നു അവരുടെ ബുദ്ധിയിൽ ഉദിച്ചത്. ശവം അവർ മുസ്ലിമിൻ്റെ കുശിനിയിൽ ചാരി നിർത്തി. രാത്രി മുസ്ലിം വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അടുക്കളയുടെ മൂലയിൽ ഒരുത്തൻ നിൽക്കുന്നു. കള്ളനാണെന്ന് വിചാരിച്ച് തലയ്ക്ക് ഒരടി വെച്ച് കൊടുത്തു. ജഡം നെടുന്നനെ താഴെ വീണു. നോക്കിയപ്പോഴെന്താ, ഒരു കൂനൻ മരിച്ചു കിടക്കുന്നു. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെടുമല്ലോ എന്നോർത്ത് അയാൾ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ താമസിച്ചില്ല. ശവം എടുത്തു പൊക്കി തോളിൽ വെച്ച് നടന്ന് അങ്ങാടി തെരുവിലെ ഒരു പീടികയുടെ വാതിൽക്കൽ ചാരി നിർത്തി തിരിച്ചു പോന്നു. അപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി, സുൽത്താൻ്റെ ബ്രോക്കർ, മദ്യപിച്ച് ആടിയാടി ആ വഴി വന്നത്. മുമ്പിൽ ഒരുത്തൻ നിൽക്കുന്നത് കണ്ട് അയാൾ വിചാരിച്ചു, തലേ രാത്രിയിൽ തൻ്റെ തലപ്പാവ് തട്ടിയെടുത്ത കള്ളനാണതെന്ന്. കുടിയൻ ഒന്നു കുതിച്ചു. കൊടുത്തു കഴുത്തിലൊരടി. ദാ കിടക്കുന്നു കൂനൻ നിലത്ത്. ലക്കില്ലാത്ത കുടിയൻ പിന്നെയും പിന്നെയും കൂനനെ പ്രഹരിച്ചു. ശബ്ദം കേട്ട് എത്തിയ കാവൽക്കാരൻ കണ്ടത് കൂനൻ്റെ ശവത്തിന്മേലടിക്കുന്ന ക്രിസ്ത്യാനിയെയാണ്. കാവൽക്കാരൻ ക്ഷുഭിതനായി. ക്രിസ്ത്യാനി മുസ്ലിമിനെ കൊല്ലുകയോ? ക്രിസ്ത്യാനിയെ പിടിച്ചുകെട്ടി ന്യായാധിപൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ന്യായാധിപൻ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. നേരം പുലർന്നു. ക്രിസ്ത്യാനിയെ തൂക്കിക്കൊല്ലാൻ ഒരുക്കം തുടങ്ങി. അപ്പോഴേക്കും അതാ വരുന്നു നമ്മുടെ സുൽത്താൻ്റെ പാചകക്കാരൻ. ഞാനാണ് ഇവനെ കൊന്നത്. എൻ്റെ അടുക്കളയിൽ ഒളിച്ചു കയറി ഭക്ഷണ സാധനങ്ങൾ കട്ടതുകൊണ്ട്, അയാൾ ഏറ്റുപറഞ്ഞു. ഉടനെ പാചകക്കാരനെ തൂക്കിക്കൊല്ലണമെന്നായി. ക്രിസ്ത്യാനിയെ വെറുതെ വിട്ടു. അപ്പോഴേക്കും വൈദ്യൻ കിതച്ചുകൊണ്ട് ഓടിയെത്തി. ഞാൻ അറിയാതെ ചവിട്ടിയിട്ട് മരിച്ചതാണ് കൂനൻ. തൂക്കുകയർ വൈദ്യൻ്റെ കഴുത്തിലേക്കായി. അപ്പോൾ അതാ വരുന്നു തുന്നൽക്കാരനും ഭാര്യയും. ഞങ്ങൾ കൊടുത്ത മീനിൻ്റെ മുള്ള് തൊണ്ടയിൽ തറച്ചിട്ടാണ് കൂനൻ ചത്തത്. ഉടനെ കൊലക്കയർ തുന്നൽക്കാരൻ്റെ കഴുത്തിലേക്ക് നീണ്ടു. രാജാവ് ഈ സമയം മുഴുവൻ കൂനനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദൂഷകനായിരുന്നു കൂനൻ. വിവരമറിഞ്ഞ രാജാവ് എല്ലാവരെയും തൻ്റെ മുന്നിൽ വരുത്തി. കഥകളെല്ലാം കേട്ട് രാജാവിന് അതിശയമായി. ഇത്തരം കഥ ആരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ആരാഞ്ഞു. ഉടനെ ക്രിസ്ത്യാനി പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം.
ഇതിലും രസകരമായൊരു കഥ. എന്നാൽ കേൾക്കട്ടെ. ആജ്ഞ കേട്ടപ്പോൾ ക്രിസ്ത്യാനി കഥ തുടങ്ങി. കെയ്റോയിൽ ജനിച്ച ഞാൻ ഈ രാജ്യത്ത് കച്ചവടത്തിന് വന്നതാണ്. എൻ്റെ പിതാവ് കച്ചവട ദല്ലാളായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ ആ തൊഴിലേറ്റെടുത്തു. ഒരു ദിവസം വളരെ വില പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. അയാൾ നല്ലെണ്ണയിൽ അറ്റം നനച്ച ഒരു കൈലേസ് എടുത്ത് എൻ്റെ നേരെ നീട്ടി. ഈ എണ്ണ ഒരു ചോദനയ്ക്ക് എന്ത് വില തരും? 100 വെള്ളി. എണ്ണയുടെ ഗുണം പരിശോധിച്ച് ഞാൻ മറുപടി നൽകി. ശരി, അളവ് പാത്രവും വാഹനവുമായി ബാബ് നാസർ താലൂക്കിലെ ഗാൻ താമസിക്കുന്നിടത്ത് വരിക, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അയാൾ പോയി. ഞാൻ എണ്ണ വാങ്ങുന്ന കച്ചവടക്കാരെ കണ്ട് 120 വെള്ളിക്ക് സാധനം കൊടുക്കാമെന്നേറ്റ് പിറ്റേന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു. അയാൾ 50 ചോദന എണ്ണ തന്നു. 10 വെള്ളി വെച്ച് 500 വെള്ളി തനിക്കെടുക്കാം. 5000 വെള്ളിയിൽ ബാക്കി 4500 വെള്ളി താൻ സൂക്ഷിക്കുക. ഞാൻ പിന്നീട് വന്ന് വാങ്ങിക്കൊള്ളാം. കരാർ ഉറപ്പിച്ച് ഞാൻ എണ്ണ മുഴുവൻ വിറ്റു. 500-ന് പുറമെ 1000 വെള്ളി കൂടി കച്ചവടത്തിൽ ലഭിച്ചു. 1 മാസം കഴിഞ്ഞിട്ടും അയാളെ കണ്ടില്ല. പെട്ടെന്നൊരു ദിവസം അയാൾ വന്നു പണം ചോദിച്ചു. ഞാൻ പണം കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ മറ്റൊരിക്കൽ വന്ന് മേടിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അയാൾ മടങ്ങിപ്പോയി. അങ്ങനെ ഒരു 4-5 മാസം ആവർത്തിച്ചു. മാസത്തിലൊരിക്കൽ വരും. പണം പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. ഒരു ദിവസം പൂർണ്ണചന്ദ്രൻ്റെ ശോഭയോടെ അത്യധികം വിലപിടിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് അയാളെത്തി. പതിവ് പോലെ അന്നും പണം മേടിക്കാതെ മടങ്ങി. ആ പണത്തിൻ്റെ പലിശ കൊണ്ട് ഇനി വരുമ്പോൾ അയാളെ കെങ്കേമമായി സൽക്കരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. അക്കൊല്ലം അവസാനം ഒരു ദിവസം അയാൾ കുറേ കൂടി വില പിടിച്ച വസ്ത്രങ്ങളും അണിഞ്ഞ് വന്നു ചേർന്നു. ഞാൻ സ്വീകരിച്ചിരുത്തി. അതിരുചികരമായ ഭക്ഷണ സാധനങ്ങളും മദ്യവും ഞാൻ വിളമ്പി. അയാൾ ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അയാൾ തൻ്റെ വലത് കൈ നീട്ടി. കൈ മുറിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് മുറിഞ്ഞു പോയതെന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ബാഗ്ദാദുകാരനാണ്. എൻ്റെ പിതാവ് നഗരത്തിലെ ഒരു പ്രമാണിയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഈജിപ്തിൻ്റെ മഹിമയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞാൻ പ്രായപൂർത്തിയായപ്പോൾ അച്ഛൻ മരിച്ചതിനാൽ ധാരാളം സ്വത്തും സാധനങ്ങളുമായി ബാഗ്ദാദിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ ഈ പട്ടണത്തിലെത്തി. ഞാൻ കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾക്ക് ശരിയായ വില പോലും കിട്ടിയില്ല. ഒടുവിലൊരു ബ്രോക്കറുടെ നിർദ്ദേശപ്രകാരം കമ്മീഷൻ വ്യവസ്ഥയിൽ ഞാൻ കച്ചവടക്കാർക്ക് സാധനങ്ങൾ കൊടുത്തു. അവർ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ടാണ് കമ്മീഷൻ കഴിച്ച് ബാക്കി പണം തരിക. അതായിരുന്നു വ്യവസ്ഥ. ഒരു ദിവസം ഒരു പീടികയിൽ ഞാൻ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിസുന്ദരിയായൊരു യുവതി അവിടെ വന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ അവളുടെ രൂപസൗകുമാര്യത്തിൽ ലയിച്ചുപോയി. അവൾ സ്വർണ്ണ നൂലുകൊണ്ട് നെയ്ത ഒരു വസ്ത്രം തിരഞ്ഞെടുത്ത് താനത് കൊണ്ടുപോവുകയാണെന്നും വില പിന്നെ കൊടുത്തയക്കാമെന്നും കടയുടമസ്ഥനോട് പറയുന്നത് കേട്ടു. അയാൾക്കത് സമ്മതമായില്ല. അവളുടെ ഭംഗിയിൽ മയങ്ങിയ ഞാൻ കച്ചവടക്കാരനോട് എന്ത് വിലയാണ് തരേണ്ടതെന്ന് ചോദിച്ചു. 1100 പവൻ എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. ഉടനെ ഞാൻ ആ സംഖ്യ കൊടുത്ത് അവളോട് ആ പട്ടുവസ്ത്രം കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവളൊരു ധനിക യുവതിയാണെന്ന് ഞാൻ കച്ചവടക്കാരനിൽ നിന്ന് മനസ്സിലാക്കി. ഞാൻ സത്രത്തിലേക്ക് മടങ്ങി. അന്നത്തെ രാത്രി ഉറങ്ങാതെ അവളെ വിചാരിച്ച് കിടന്നു. രാവിലെ ഞാൻ ആ കടയിൽ ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ എത്തിച്ചേർന്നു. കൂടെ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. അവൾ എനിക്ക് 1200 പവൻ തന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. ഉടനെ അവൾ തിരക്ക് പിടിച്ച് എഴുന്നേറ്റ് പോയി. ഞാനും ഇറങ്ങി പിന്തുടർന്നു. അടിമപ്പെണ്ണ് അടുത്ത് വന്ന് എന്നെ അവളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യജമാനത്തെ എന്നെ അത്യധികം സ്നേഹിക്കുന്നുണ്ടെന്നും വിവാഹം പരമരഹസ്യമായി വെക്കേണ്ടതുള്ളതുകൊണ്ട് ഗൂഢമായി എൻ്റെ താമസ സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൾ പറഞ്ഞു. ഞാൻ എങ്ങനെ എൻ്റെ സത്രത്തിലേക്ക് അവളെ ക്ഷണിക്കും? അക്കാര്യം സൂചിപ്പിച്ചപ്പോൾ
അവൾ ഒരു സ്ഥലം പറഞ്ഞു തന്നു. രാത്രി അവിടെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിറ്റേ ദിവസം 50 സ്വർണ്ണ നാണയം ഒരു കർച്ചീഫിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഞാൻ മസ്രൂറിലെ സത്രത്തിൽ നിന്നും ബാബ്ഡുവെയില വരെ നടന്നു. പിന്നീട് ഒരു കഴുതപ്പുറത്ത് കയറി. കഴുതയുടെ ഉടമസ്ഥനും കൂടെ വന്നു. ഹബിനിയ എന്ന സ്ഥലത്തേക്ക് പോയി. അവൻ എന്നെ അവൾ പറഞ്ഞിരുന്ന് വീട്ടിലെത്തിച്ചു. പിറ്റേ ദിവസം വെളുപ്പിന് അവിടെ വരണമെന്ന് ചട്ടം കെട്ടി 1/4 പവനും കൊടുത്ത് ഞാൻ അവനെ അയച്ചു. വാതിലിൽ മുട്ടിയ എന്നെ സ്വീകരിച്ചത് 2 സുന്ദരികളായ കന്യകകളായിരുന്നു. അവരെന്നെ മുകളിലെ ഹാളിലെത്തിച്ചു. ജനാലകളിലെല്ലാം വള്ളികൾ പടർന്നു കിടന്നിരുന്നു. അവയിൽ ധാരാളം നല്ല പഴങ്ങൾ തൂങ്ങിക്കിടന്നിരുന്നു. തോട്ടത്തിൽ നിന്ന് പക്ഷികളുടെ ഗാനം ഒഴുകിക്കൊണ്ടിരുന്നു. അരുവികളുടെ സംഗീതവും. ആകെപ്പാടെ സ്വർഗ സമാനമായിരുന്നു ആ സ്ഥലം. തറ മാർബിൾ കല്ലുകൊണ്ടും പടുത്തിരുന്നു. നടുവിലൊരു ജലധാര യന്ത്രവുമുണ്ടായിരുന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയ 4 പാമ്പുകളുടെ വായിൽ കൂടിയാണ് ജലധാര പുറപ്പെട്ടിരുന്നത്. എൻ്റെ ഹൃദയം കവർന്നവൾ മന്ദസ്മിതത്തോടെ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു. ഞാൻ അവളെ ആലിംഗനം ചെയ്തു. വിശിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി എന്നെ സ്വീകരിച്ചു. അന്നത്തെ രാത്രി കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല. രാവിലെ ഞാൻ ആ കൈലേസും പവനും അവൾക്ക് നൽകി. കഴുത അവിടെ ഹാജരുണ്ടായിരുന്നു. തിരിച്ച് സത്രത്തിലേക്ക് പോന്നു. അങ്ങനെ അനേക ദിവസം കഴിഞ്ഞു. അവൾക്ക് ഞാൻ ഒരു കൈലേസും 50 പവനും എന്നും സമ്മാനിക്കാറുണ്ടായിരുന്നു. എൻ്റെ പണപ്പെട്ടി ശൂന്യമായത് വളരെ വൈകിയേ ഞാൻ അറിഞ്ഞുള്ളൂ. ദരിദ്രനായി ഞാൻ ഒരാളുടെ പോക്കറ്റ് അടിച്ചു. അയാൾ അതറിഞ്ഞ് ക്ഷുഭിതനായി. ആളുകൾ ഞാൻ കള്ളനാണെന്ന് വിശ്വസിച്ചില്ല. അപ്പോഴേക്കും ന്യായാധിപനും അവിടെ എത്തിച്ചേർന്നു. എന്നെ പരിശോധിച്ച് പണസഞ്ചി എൻ്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തു. എനിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അവർ എൻ്റെ വലത് കൈ വെട്ടിക്കളഞ്ഞു. അവരുടെ കരുണ കൊണ്ട് ഞാൻ മരിക്കാതെ രക്ഷപ്പെട്ടു. അയാൾ എന്നിൽ ദയ തോന്നി ആ പണസഞ്ചിയും 20 പവനും തിരിച്ചു തന്നു. വീണ്ടും അവളുടെ വീട്ടിലെത്തിയ എൻ്റെ മ്ലാന മുഖം കണ്ട് അവൾ ദുഃഖിച്ചു. വിവരങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. തനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച എൻ്റെ സ്നേഹത്തിൽ അവൾ നിർവൃതി കൊണ്ടു. അവൾ എൻ്റെ ദയനീയ സ്ഥിതിയിൽ ദുഃഖിതയായി. ഒരു മടിയും കൂടാതെ അവളുടെ സകല സ്വത്തും എൻ്റെ പേർക്ക് എഴുതി വെച്ചു. ഞാൻ കൊടുത്തിരുന്ന കൈലേസുകളും പവനും അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഞങ്ങൾ നിയമസാധുതയുള്ള വിവാഹം നടത്തി കുറച്ച് മാസങ്ങൾക്കകം അവൾ മരിച്ചുപോയി. ഇതാണ് എൻ്റെ കഥ. കഥ പറഞ്ഞു തീർത്ത് അയാൾ യാത്രയായി. കൂടെ ചെല്ലാൻ അയാൾ എന്നെ ക്ഷണിച്ചു. അങ്ങനെ എല്ലാം വിറ്റ് ഞാൻ ഈ നഗരത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ ദല്ലാളായി ജോലിയും തുടങ്ങി. വിധി ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ ചാടിക്കുകയും ചെയ്തു. എങ്ങനെയിരിക്കുന്നു? കൂനൻ്റെ കഥയോ എൻ്റെ കഥയോ അധികം വിസ്മയകരം? അയാൾ പറഞ്ഞു തീർന്നപ്പോൾ മുസ്ലിം പാചകക്കാരൻ തൻ്റെ കഥയുമായി മുമ്പിലേക്ക് വന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ ആളുകൾ കൂടി ഖുറാൻ വായനയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വലിയ വലിയ ആചാര്യന്മാരും നിയമപണ്ഡിതന്മാരും എല്ലാം ഉണ്ടായിരുന്നു. ഖുറാൻ വായന കഴിഞ്ഞ് ഒരു വലിയ സദ്യയുമുണ്ടായിരുന്നു. ആഹാരത്തിൽ സെർബാജയും ഒരു ഇനമായിരുന്നു. സെർബാജെ കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഒരുത്തൻ മാത്രം അതിൽ നിന്ന് പിന്മാറി. 40 പ്രാവശ്യം സോപ്പ് കൊണ്ട് കൈ കഴുകണം, അല്ലാതെ ഈ ഭക്ഷണം കഴിക്കില്ല എന്ന് അയാൾ പറഞ്ഞു. 40 പ്രാവശ്യം കൈ കഴുകിയിട്ടും അയാൾ പേടിച്ചാണ് അത് കഴിച്ചത്. പോരാത്തതിന് അയാളുടെ 2 തള്ളവിരലും അറ്റുപോയിരുന്നു. ഞങ്ങൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കൈകളുടെ മാത്രമല്ല കാലുകളുടെ പെരുവിരലും എനിക്കില്ല. അയാൾ സങ്കടത്തോടെ തൻ്റെ കഥ തുടർന്നു. ഞാനൊരു കച്ചവടക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാ സ്വത്തും നശിപ്പിച്ചിരുന്നു. കുറേ സാധനങ്ങൾ മാത്രം പീടികയിൽ അവശേഷിച്ചു. കുറേ കടവുമുണ്ടായിരുന്നു. ഉള്ളതുകൊണ്ട് കച്ചവടം ചെയ്ത് ഒരുവിധം ഞാൻ കടം വീട്ടി. കുറേശ്ശെ സമ്പാദിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ പീടികയിൽ അതിസുന്ദരിയായ ഒരുവൾ വന്നു. പരിചാരകനായി ഒരു ഷണ്ടൻ അവൾക്ക് അകമ്പടി സേവിച്ചിരുന്നു. അവൾ എന്നോട് കുറേ സാധനങ്ങൾ ആവശ്യപ്പെട്ടു. എൻ്റെ പീടികയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
മറ്റ് പീടികളിൽ നിന്ന് ഞാനതെല്ലാം വരുത്തി കൊടുത്തു. സന്തുഷ്ടയായ അവൾ വില തരാതെ ഒന്നും മുരിയാടാതെ കുതിരപ്പുറത്ത് കയറി പോവുകയും ചെയ്തു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ അമ്പരന്ന് നിന്നു. അവളെക്കുറിച്ച് ഒരു വിവരവും മുമ്പേ അന്വേഷിച്ചതുമില്ല. കടക്കാർ എൻ്റെ ചുറ്റും വളഞ്ഞു, പണം കിട്ടാൻ വേണ്ടി. ഞാൻ ഒരുവിധം അവരെ സമാധാനപ്പെടുത്തി അയച്ചു. രണ്ടാമതൊരിക്കൽ കൂടി അവൾ വന്ന് സാധനങ്ങളും മേടിച്ച് പണം തരാതെ പോയി. അപ്പോഴും ഞാൻ മയങ്ങി നിന്നു. ഒടുവിൽ കടക്കാർക്ക് പണം കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കട വിൽക്കാൻ തുടങ്ങുമ്പോൾ അവൾ വീണ്ടും കയറി വന്നു. തരാനുള്ളത് മുഴുവനും കുറച്ച് കൂടുതലും തന്നു. അവൾക്കെന്നോട് വളരെ സ്നേഹമാണെന്ന് ആ പരിചാരകൻ പറഞ്ഞു. കുറേ നേരം സംസാരിച്ചിരുന്ന് അവൾ പോയി. ഒരു ദിവസം ആ വേലക്കാരൻ വന്നു. അവൾക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അവൾ ഹാറൂൺ അൽ റഷീദിൻ്റെ പത്നി സുബൈദയുടെ അടിമയാണ്. അവൾ എന്നോടുള്ള സ്നേഹത്തിൻ്റെ കാര്യം സുബൈദയെ അറിയിച്ചുവെന്നും എന്നെ നേരിട്ട് കാണാതെ വിവാഹം ചെയ്തു കൊടുക്കില്ലെന്നാണ് സുൽത്താൻ്റെ പത്നി നിശ്ചയിച്ചിരിക്കുന്നതെന്നും അവൻ എന്നെ അറിയിച്ചു. ആരും അറിയാതെ കൊട്ടാരത്തിൽ കടക്കാൻ സാധിച്ചാൽ ഈ വിവാഹം നടക്കുമെന്ന് അവൻ പറഞ്ഞു. ഞാനതിന് സമ്മതിച്ചു. പിറ്റേ ദിവസം അവനും കൂട്ടുകാരനും കുറെ ഒഴിഞ്ഞ പെട്ടികളുമായി വന്നു. അവളും കൂടെയുണ്ടായിരുന്നു. ഞങ്ങൾ ആലിംഗനബദ്ധരായി. അവൾ എന്നെ ഒരു പേടകത്തിലാക്കി അടച്ചു. മറ്റ് പേടകങ്ങളിൽ എല്ലാം പലതരം തുണികൾ വാങ്ങി നിറച്ചു. ഒരു തോണിയിൽ കയറ്റി രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും എൻ്റെ പ്രേമലഹരിയെല്ലാം അമർന്നു തുടങ്ങിയിരുന്നു. തീ കൊണ്ടാണ് കളി. ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നായി. പടിക്കലെത്തിയപ്പോൾ ഖലീഫയുടെ കാവൽക്കാരൻ വന്ന് പെട്ടി തുറന്ന് കാണിക്കാൻ പറഞ്ഞു. സുബൈദ രാജ്ഞിയുടെ വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അവൻ വെറുതെ വിട്ടു. അപ്പോഴേക്കും ഖലീഫ തന്നെ സ്ഥലത്തെത്തി. ഞാൻ കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. ഖലീഫ പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ തന്ത്രം ഫലിച്ചില്ല. പെട്ടികൾ ഓരോന്നായി തുറന്നു. ഞാനിരിക്കുന്ന പെട്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇതിൽ സ്ത്രീകൾക്കുള്ള ചില പ്രത്യേക സാധനങ്ങളാണ്. അത് പ്രഭുയുടെ മുമ്പിൽ വെച്ച് തുറക്കുന്നതാണ് ഉചിതം. ഖലീഫ അത് സമ്മതിച്ചു. ഞാൻ അങ്ങനെ രക്ഷപ്പെട്ട് അന്തപുരത്തിലെത്തി. സുബൈദ രാജ്ഞി എന്നോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹവും നിശ്ചയിച്ചു. വിവാഹ സദ്യയ്ക്ക് സെർബാജി ഉണ്ടായിരുന്നു. ഞാനത് കഴിച്ചു. കൈ കഴുകാൻ മറന്നു. കൈ വെറുതെ തുടച്ചതേ ഉള്ളൂ. രാത്രിയായി. അവൾ എൻ്റെ മുറിയിലെത്തി. ഞാൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ എന്നെ തള്ളി മാറ്റി അലറി. ഛേ, വൃത്തികെട്ടവൻ! സെർബാജി കഴിച്ച് കൈ കഴുകാത്ത ഇയാളാണോ എൻ്റെ ഭർത്താവ്? ഇവൻ്റെ തള്ളവിരലുകൾ ഛേദിക്കണം. അവൾ തന്നെ എൻ്റെ കൈയിലെയും കാലിലെയും വിരലുകൾ മുറിച്ചു കളഞ്ഞു. ഞാൻ ബോധം കെട്ടു വീണു. ബോധം തെളിഞ്ഞപ്പോൾ ഒരു പൊടിയിട്ട് ചോരയൊഴുക്ക് നിർത്തിയിരുന്നു. അന്ന് ഞാൻ സത്യം ചെയ്തതാണ്, 40 പ്രാവശ്യം കൈ കഴുകാതെ സെർബാജിയെ കഴിക്കില്ലെന്ന്. ഞാൻ സത്യം ചെയ്തപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ കുറെ പവൻ തന്നു. രാജധാനിക്ക് വെളിയിൽ ഒരു സ്ഥലം വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ സുഖമായി താമസിക്കുകയാണ്. അവൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് കൂനനെ കണ്ടതും ബാക്കി സംഭവങ്ങൾ നടന്നതും. രാജാവിന് ഈ കഥയിൽ അത്ര തൃപ്തി വന്നില്ല. ഈ കഥ കേട്ടിട്ട് നിന്നെ വിട്ടയക്കാൻ പറ്റില്ലെന്നായി അദ്ദേഹം. അപ്പോഴേക്കും ജൂതവൈദ്യൻ മുമ്പോട്ട് കയറി. അയാളുടെ കഥ പറയാം. ഞാൻ ഡമാസ്കസിൽ പിറന്നു. വൈദ്യം പഠിച്ചു. വൈദ്യനായി കഴിഞ്ഞുകൂടുകയാണ്. കുറച്ച് ദിവസം മുമ്പ് എന്നെ ഗവർണറുടെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറുപ്പക്കാരന് സുഖമില്ലായിരുന്നു. ഞാൻ അവിടെ താമസിച്ച് അയാളുടെ സുഖക്കേട് മാറ്റി. പോരുന്നതിന് മുമ്പ് ഞാൻ അയാളെ കുളിപ്പിക്കാനായി കുളിമുറിയിലേക്ക് കൊണ്ടുപോയി. വസ്ത്രങ്ങൾ അഴിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. അവൻ്റെ വലത് കൈ ഛേദിക്കപ്പെട്ടിരുന്നു. ദേഹം മുഴുവൻ അടിയുടെ പാടുകളുമുണ്ടായിരുന്നു. ആ യുവാവ് എൻ്റെ വിസ്മയം കണ്ട് അവൻ്റെ കഥ മുഴുവൻ പറഞ്ഞു. ഞാനൊരു കച്ചവടക്കാരനാണ്. എൻ്റെ മുത്തച്ഛന് 9 മക്കളുണ്ടായിരുന്നു. അതിൽ എൻ്റെ അച്ഛന് മാത്രമേ കുട്ടിയുണ്ടായുള്ളൂ. അത് ഞാൻ തന്നെ.
എല്ലാവരുടെയും ഓമനയായി വളർന്ന ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈജിപ്തിൻ്റെ മാഹാത്മ്യങ്ങൾ കേട്ട് കൊതിച്ചിരുന്നു. വലുതായപ്പോൾ എനിക്കും അവിടെ പോകണമെന്നായി. കച്ചവട ചരക്കുകളുമായി പുറപ്പെട്ട മാതാപിതാക്കൾ എന്നെയും കൊണ്ടുപോയി. എന്നെ ഡമാസ്കസിൽ ഇറക്കിയാൽ മതി, ഈജിപ്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് അവർ തീരുമാനിച്ചു. അവർ എന്നെ ഡമാസ്കസിലിറക്കി. ഞാൻ അവിടെ നല്ല സൗകര്യമുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു സുന്ദരി എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. അവൾ അകത്ത് കയറി വാതിലടച്ചു. അവളുടെ വസ്ത്രങ്ങൾ വളരെ അമൂല്യങ്ങളായിരുന്നു. ആ സൗന്ദര്യധാമത്തെ കണ്ട് മതിമറന്ന ഞാൻ അവളെ പഴവും വൈനും കൊടുത്ത് സൽക്കരിച്ചു. അന്ന് രാത്രി അവൾ എൻ്റെ കൂടെ കിടന്നു. രാവിലെ അവൾ പോയി. 3 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാണ് അവൾ പോയത്. അങ്ങനെ 3 ദിവസം ഇടവിട്ട് അവൾ പല പ്രാവശ്യം വന്നു. ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, എന്നിലും സുന്ദരിയും ചെറുപ്പക്കാരിയുമായ മറ്റൊരുവളുണ്ട്, ഞാൻ അവളെ കൊണ്ടുവരട്ടെ? ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. പിന്നീട് അവൾ വന്നത് മറ്റൊരു സ്ത്രീയെയും കൊണ്ടാണ്. അവൾ അതിസുന്ദരിയായിരുന്നു. അത്ര മനോഹരമായൊരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവർക്ക് 2 പേർക്കും ഭക്ഷണം നൽകി. ഇളയവൾ കൂടുതൽ സുന്ദരിയാണെന്ന് ഞാൻ മൂത്തവളോട് പറഞ്ഞു. ഇളയവളുടെ കൂടെയാണ് അന്ന് ഞാൻ ശയിച്ചത്. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ദേഹത്ത് രക്തം പുരണ്ടിരുന്നു. അടുത്ത് കിടന്നിരുന്ന യുവസുന്ദരിയുടെ തല ഉടലിൽ നിന്ന് വേർപെട്ടിരുന്നു. മൂത്തവളെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. അവൾ അസൂയക്കൊണ്ട് ഇളയവളെ കൊന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ദുഃഖം സഹിക്കവയ്യാതെ ഞാൻ മൂകനായിരുന്നു. പക്ഷേ ആപത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം കളയാതെ വീടിൻ്റെ തറ കുഴിച്ച് അവളുടെ ശവം ഞാൻ മറവ് ചെയ്തു. 1 വർഷത്തേക്കുള്ള വീട്ടുവാടക കൊടുത്ത് ബാക്കി പണവും കൊണ്ട് ഞാൻ ഈജിപ്തിലേക്ക് പോയി. ഞാൻ അവിടെ എൻ്റെ അമ്മാവന്മാരോടൊപ്പം കൂടി. പണം മുഴുവൻ ചെലവാക്കി മുടിയനായ പുത്രനായി ജീവിച്ചു. അവർ നാട്ടിലേക്ക് തിരിച്ച് പുറപ്പെടാറായപ്പോൾ ഞാൻ ഒളിച്ചിരുന്നു. എന്നെ കാണാതെ അവർ മടങ്ങി. കെയ്റോയിൽ ഞാൻ 3 വർഷം കഴിച്ചു. ഉണ്ടായിരുന്ന പണം മുഴുവനും തീർന്നു. ഈ 3 വർഷവും ഞാൻ ഡമാസ്കസിലെ വീട്ടുവാടക ശരിക്കും അയച്ചിരുന്നു. ഞാൻ ഡമാസ്കസിലേക്ക് തിരിച്ചു. എൻ്റെ വാടക വീട് തുറന്നു. കിടക്കി പൊക്കി നോക്കിയപ്പോൾ മരിച്ച യുവതിയുടെ മാല അവിടെ കിടക്കുന്നു. പണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന ഞാൻ അത് കടയിൽ കൊണ്ടുപോയി. കടക്കാരന് സംശയം തോന്നി. ന്യായാധിപനെ വിളിച്ചു വരുത്തി. ഞാനത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് അവർ എൻ്റെ വലത് കൈ ഛേദിച്ചു കളഞ്ഞു. എന്നിട്ടെന്നെ പൊതിരെ പ്രഹരിച്ചു വിട്ടു. വീട്ടിൽ തിരിച്ചെത്തിയ എന്നോട് ഉടമസ്ഥൻ ഉടൻ സ്ഥലം വിടണമെന്ന് പറഞ്ഞു. മോഷ്ടാവിനെ താമസിപ്പിക്കാൻ അയാൾക്കിഷ്ടമല്ലായിരുന്നു. അപ്പോഴേക്കും ഗവർണറുടെ ആളുകൾ അവിടെ എത്തി. 3 വർഷം മുമ്പ് ഗവർണറുടെ പുത്രിയെ കാണാതെയായി. ആ മാല അവളുടെ കഴുത്തിലേതായിരുന്നു. എന്നെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി. എന്നാൽ അദ്ദേഹം എന്നെ ശിക്ഷിക്കുന്നതിന് പകരം എന്നെ ശിക്ഷിച്ചവരെ ശകാരിക്കുകയാണ് ചെയ്തത്. എല്ലാ വിവരങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അസൂയാലുവായ മൂത്ത പുത്രി തന്നെ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നിൽ സന്തുഷ്ടനായ ഗവർണർ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുത്രിയെ എനിക്ക് വിവാഹം ചെയ്തു തന്നു. അങ്ങനെ സുഖമായി ഇവിടെ നിന്ന് മടങ്ങിയെത്തി വീട്ടിലിരിക്കുമ്പോഴാണ് കൂനൻ്റെ വരവും തുടർന്നുണ്ടായ സംഭവങ്ങളും. രാജാവിന് ഈ കഥ കേട്ടിട്ടും വലിയ കൗതുകമൊന്നും തോന്നിയില്ല. ഇതിലും നല്ല കഥ പറഞ്ഞാലേ വിട്ടയക്കുകയുള്ളൂ എന്നായി. ഉടനെ തുന്നൽക്കാരൻ തൻ്റെ കഥ വിവരിക്കാൻ തുടങ്ങി. ഇന്നലെ കൂനിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ രാവിലെ ഒരു സദ്യയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. തുന്നൽക്കാരും ആശാരിമാരും അവിടെ ഒത്തുചേർന്നിരുന്നു. ഞങ്ങളുടെ ആതിഥേയൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് അവിടെ എത്തിച്ചേർന്നു. ഉള്ളിൽ വന്ന ഉടൻ ആ ചെറുപ്പക്കാരൻ്റെ മുഖം കൂമ്പാള പോലെ വിളറുന്നത് കണ്ടു. അവൻ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ക്ഷുരകനെ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, ഇവിടെയും അവനെത്തി, ഞാനിനി ഇവിടെ നിൽക്കില്ല. ഇയാളും ക്ഷുരകനും തമ്മിലുള്ള ബന്ധമെന്താണെന്നറിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച ഞങ്ങളോട് ആ യുവാവ് കഥ വിവരിക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ ഒരു വ്യവസായ പ്രമുഖനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏക മകനും. വളരെ സുഖസമൃദ്ധമായ ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. ഒരു ദിവസം
ഞാൻ ഒരിടത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ എതിരെയുള്ള മന്ദിരത്തിന്റെ വാതിൽ തുറന്ന് മദാലസിയായ ഒരു യുവതി തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുന്നത് കണ്ടു. ഒരു സ്ത്രീ വിദ്വേഷിയായ എന്നെ അവളുടെ സൗന്ദര്യം വല്ലാതെ ആകർഷിച്ചു. കുറേ നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു. വൈകുന്നേരം പട്ടണത്തിലെ കാതി അകമ്പടിയോടെ വന്ന് ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. വീട്ടിലെത്തിയ ഞാൻ ഒന്നിലും താല്പര്യമില്ലാതെ ദുഃഖിതനായിരിക്കുന്നത് കണ്ട് വേലക്കാരും വീട്ടുകാരും എൻ്റെ ചുറ്റും കൂടി. അതിൽ ഒരു വൃദ്ധയോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞു. ആ സുന്ദരി കാതിയുടെ മകളാണെന്നും അവളെ കണ്ടുമുട്ടാൻ വിഷമമാണെന്നും എന്നാലും താൻ ശ്രമിക്കാമെന്നും പറഞ്ഞ് വൃദ്ധ എന്നെ സമാധാനിപ്പിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ആ വൃദ്ധ താൻ അവളെ വിവരമറിയിച്ചുവെന്നും കാതി പ്രാർത്ഥനയ്ക്ക് പോകുന്ന നേരത്ത് ആ വീട്ടിലെത്തി കാതി തിരിച്ചു വരുന്നതിന് മുമ്പ് മടങ്ങിയാൽ മതിയെന്ന് അവൾ ആഗ്രഹത്തോടെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു. അവളും എന്നിൽ അനുരക്തയാണെന്നറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. കുറേ ദിവസം കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും വിരൂപനായി തീർന്നിരുന്ന എന്നോട് തലമുടി വെട്ടി കുളി കഴിഞ്ഞ് പോയാൽ മതിയെന്നും വൃദ്ധ ഉപദേശിച്ചു. ഞാനൊരു ക്ഷുരകനെ വരുത്തി. അവൻ തലമുടി വെട്ടുന്ന പണിയുടെ മഹത്വം പ്രകീർത്തിച്ച് കുറേ നേരം കളഞ്ഞു. പിന്നെ വർത്തമാനം സ്വന്തം മഹത്വത്തെക്കുറിച്ചായി. പിന്നെ എൻ്റെ അച്ഛൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള വിവരണമായി. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് വരെ തോന്നി. കാതി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴേക്കും അവിടെ എത്തണം. ആ നശിച്ച ചെകുത്താനോ വർത്തമാനം പറഞ്ഞ് എന്നെ കൊല്ലുന്നതല്ലാതെ ജോലി തീർക്കുന്നുമില്ല. ഞാൻ ഒരുവിധം ക്ഷുരകന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവന് ഭക്ഷണവും മറ്റും കൊടുത്തയച്ചു. സുന്ദരിയുടെ വീട്ടിലേക്ക് ഉടൻ തന്നെ പുറപ്പെട്ടു. ആ നശിച്ച ക്ഷൗരക്കാരൻ എൻ്റെ തിടുക്കം കണ്ട് എന്താണ് കാര്യം എന്നറിയാനുള്ള ആകാംക്ഷയോടെ എന്നെ പിന്തുടർന്നു. ഞാൻ അതൊട്ട് അറിഞ്ഞതുമില്ല. അവൾ പറഞ്ഞതുപോലെ തന്നെ വാതിൽ തുറന്നിട്ടിരുന്നു. ഞാൻ അകത്തേക്ക് കടക്കുകയും ചെയ്തു. അതിനിടയിൽ നിർഭാഗ്യവശാൽ അവിടുത്തെ ഒരു വേലക്കാരി കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുകയായിരുന്നു. അവളെ രക്ഷിക്കാൻ വന്ന വേലക്കാരനും അടികിട്ടി. കരച്ചിലും ബഹളവും കേട്ടു. നമ്മുടെ ക്ഷുരകൻ എന്നെ ആരോ ഉപദ്രവിക്കുകയാണെന്ന് കരുതി കാതി ഞങ്ങളുടെ യജമാനെ കൊല്ലുന്നേ എന്ന് വിളിച്ചു കൂവി. ആളുകൾ ഓടിക്കൂടി. എല്ലാവരും കാതിയുടെ വീട്ടിലേക്ക് ഓടിക്കയറി. കാതിക്കുണ്ടോ ഇത് വലുത് മനസ്സിലാകുന്നു? ശുംഭനായ ക്ഷുരകൻ കാതിയോട് തർക്കിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മകളുമായി സ്നേഹത്തിലായിരുന്നു എൻ്റെ യജമാനൻ. അതിന് നിങ്ങൾ എന്തിന് അദ്ദേഹത്തിന് അടിച്ചു? ക്ഷുരകൻ ഒച്ചവെച്ചു. ഇതെല്ലാം കേട്ട് ലജ്ജിതനായ കാതി ക്ഷുരകനോട് അയാൾ പറയുന്നത് ശരിയാണെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. എന്നെ തിരഞ്ഞ ക്ഷുരകൻ ഞാൻ ഇരുന്നിടത്ത് തന്നെ എത്തി. ഞാനൊരു പെട്ടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവൻ ആ പെട്ടി എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ പെട്ടിയിൽ നിന്ന് എടുത്തു ചാടി. എൻ്റെ ഒരു കാലൊടിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മുടന്തനായി. ആളുകൾക്കെല്ലാം സ്വർണ്ണ നാണയം വാരിയെറിഞ്ഞ് കൊടുത്തതുകൊണ്ട് ഒരുവിധം ഞാൻ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ആ ചെകുത്താൻ മാത്രം എന്നെ വിട്ടില്ല. എൻ്റെ രക്ഷിതാവായി അവൻ പിറകെയുണ്ട്. അവസാനം അവൻ കാണാതെ ഞാനൊരു പീടികയ്ക്കകത്ത് കയറി. അതിൻ്റെ ഉടമസ്ഥൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു. ക്ഷൂരകൻ്റെ മുഖം കാണുന്നത് എനിക്ക് വെറുപ്പായി. അതുകൊണ്ട് ഞാൻ എൻ്റെ സകല വസ്തുക്കളും വീടും കൂട്ടുകാരനെ വിൽപ്പിച്ച് ആ രാജ്യത്ത് നിന്നും പോന്നതാണ്. ഇപ്പോൾ ഇതാ അവനിവിടെ. എനിക്ക് വയ്യ എവിടെ നിൽക്കാൻ. ഇതെല്ലാം കേട്ട ക്ഷുരകൻ പറഞ്ഞു, കഷ്ടം, ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അതെല്ലാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാലേ പോയുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ശവമായേനെ. നിങ്ങൾ എൻ്റെ കഥയൊന്ന് കേൾക്കൂ. ഞാൻ ബാഗ്ദാദുകാരനാണ്. സത്യസന്ധനായ അൽമുൻ ടാഡിർ ബില്ലായാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഒരു ദിവസം 10 കുറ്റവാളികളെ ഒരു ബോട്ടിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അവർ തമാശയ്ക്ക് ബോട്ട് യാത്ര ചെയ്യുകയാണെന്ന് വെച്ച് ഞാൻ അവരുടെ കൂടെ കൂടി. കരക്കിറങ്ങിയ 10 പേരുടെയും എൻ്റെയും കഴുത്തിൽ ചങ്ങല വീണു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അതുതന്നെ എൻ്റെ സ്വഭാവ മഹിമയ്ക്കും ക്ഷമയ്ക്കും ഒരു ഉദാഹരണമല്ലേ കൂട്ടരെ. രാജാവിൻ്റെ മുന്നിലെത്തിയ 10 പേരെയും കൊല്ലാൻ വിധിച്ചു. 10 പേരുടെയും തലവെട്ടി. ഞാൻ മാത്രം അവിടെ നിൽക്കുന്നത് കണ്ട്
രാജാവ് എൻ്റെ വിവരം ചോദിച്ചു. നീ എങ്ങനെ ഇവരുടെ ഒപ്പം എത്തി? ഞാൻ അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ചു. അതുവരെ ഒന്നും മിണ്ടാതെ ബഹളം കൂട്ടാതെ നിന്നിരുന്ന എൻ്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് അദ്ദേഹം പ്രശംസിച്ചു. രാജാവ് എന്നോട് ചോദിച്ചു, നിനക്ക് സഹോദരന്മാരുണ്ടോ? അവരും നിന്നെപ്പോലെ തന്നെ പണ്ഡിതന്മാരും സ്വഭാവശുദ്ധിയുള്ളവരുമാണോ? എനിക്ക് 6 സഹോദരന്മാരുണ്ട്. അവരെ എന്നോട് ഉപമിക്കരുത്. അവരുടെ നീച സ്വഭാവമനുസരിച്ച് അവർക്ക് ഫലവും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമൻ മുടന്തനായിരുന്നു. രണ്ടാമന് മിക്ക പല്ലുകളും ഉണ്ടായിരുന്നില്ല. മൂന്നാമൻ കുരുടൻ. നാലാമൻ ഒറ്റക്കണ്ണൻ. അഞ്ചാമൻ്റെ ചെവികൾ ഛേദിക്കപ്പെട്ടിരുന്നു. ആറാമൻ്റെ ചുണ്ടുകളും. ഓരോരുത്തരുടെയും കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒന്നാമൻ്റെ കഥ. എൻ്റെ ഈ സഹോദരൻ ഒരു തുന്നൽക്കാരനായിരുന്നു. കടയുടെ ഉടമസ്ഥൻ വലിയ പണക്കാരനായിരുന്നു. കടയുടെ മുകളിലാണ് അയാൾ താമസിച്ചിരുന്നത്. താഴെ ഒരു മില്ലുണ്ടായിരുന്നു. ഒരു ദിവസം തുന്നൽക്കാരൻ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ജാലകത്തിനരികിൽ ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ തുന്നൽക്കാരൻ മയങ്ങിപ്പോയി. അയാൾ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ സ്ത്രീയും അവിടെ തന്നെ നിന്നു. ഒരു ദിവസം ആ സ്ത്രീയുടെ വേലക്കാരി ഒരു ബ്ലൗസ് തുന്നാൻ കൊടുത്തു. പിന്നെ അവളുടെ ഭർത്താവിനുള്ള ഒരു കുപ്പായത്തിൻ്റെ പണിയേൽപ്പിച്ചു. അങ്ങനെ പലതും. അവൻ പണം മേടിക്കാതെ എല്ലാം തുന്നിക്കൊടുത്തു. യജമാനത്തി അയാളിൽ ഭ്രമിച്ചിരിക്കുകയാണെന്ന് ആ വേലക്കാരി പറഞ്ഞിരുന്നു. പിന്നെ ആ വീട്ടിലെ യജമാനൻ തന്നെ കുപ്പായങ്ങൾ തുന്നാൻ കൊടുത്തു. അതും അയാൾ കൂലി വാങ്ങാതെ തുന്നിക്കൊടുത്തു. യജമാനും പത്നിയും കൂടി തന്നെ വിഡ്ഢിയാക്കുകയാണെന്ന കാര്യം പാവം അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രി മില്ലിൽ ഒരുമിച്ച് കൂടാമെന്ന് അവൾ വേലക്കാരി മുഖാന്തരം അറിയിച്ചു. അവൻ സസന്തോഷം അത് സമ്മതിച്ചു. മില്ലുടമസ്ഥനാകട്ടെ അവനെ കണ്ടെത്തി മില്ല് തിരിക്കാൻ ആവശ്യപ്പെട്ടു. വെളുക്കും വരെ കാളയ്ക്ക് പകരം അവനെ കൊണ്ട് മില്ല് തിരിപ്പിച്ചു. വേലക്കാരി രാവിലെ വന്ന് ക്ഷമ പറഞ്ഞു. താനും യജമാനത്തിയും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നും അവൾ പറഞ്ഞു. സഹോദരന് മിണ്ടാൻ കൂടി വയ്യായിരുന്നു. അവൾ തിരിച്ച് പീടികയിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ യജമാനത്തി പുഞ്ചിരിയും കടാക്ഷവും കൊണ്ട് അവനെ വശീകരിച്ചു. അവൻ അവളെ വീണ്ടും വിശ്വസിച്ചു. രാത്രി ഭർത്താവ് വീട്ടിലുണ്ടാകില്ലെന്നും വരണമെന്നും പറഞ്ഞ് അവനെ ക്ഷണിച്ചു. ആ വഞ്ചകിയുടെ ചതി അറിയാതെ പാവം സഹോദരൻ അവളുടെ മുറിയിൽ കയറി. ഉടനെ അവളുടെ ഭർത്താവും അവിടെ എത്തി. അവൻ ഭയന്ന് വിറച്ചു. കരഞ്ഞ് പറഞ്ഞിട്ടും വിട്ടില്ല. ന്യായാധിപന്റെ അടുക്കൽ കൊണ്ടുപോയി. ഒട്ടകപ്പുറത്ത് കയറ്റി ചാട്ട കൊണ്ടടിച്ചു. ഒട്ടകപ്പുറത്തുനിന്ന് വീണ് കാല് മുടിഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയ സഹോദരനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സഹോദരൻ്റെ കഥ. ഹൽഹെഡർ എന്നു പേരായ എൻ്റെ രണ്ടാമത്തെ സഹോദരൻ ഒരു നാൾ കച്ചവട ആവശ്യത്തിനായി പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു വൃദ്ധ അയാളോട് പറഞ്ഞു, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നിനക്ക് നല്ലൊരു വീട് കിട്ടും. സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടും. എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കും എൻ്റെ കൂടെ വന്നാൽ. ആ വിഡ്ഢി അവരെ അനുഗമിച്ചു. അതിമനോഹരമായൊരു വീട്ടിലേക്കാണ് വൃദ്ധ അവനെ കൊണ്ടുപോയത്. അവിടെ 4 സുന്ദരികളുണ്ടായിരുന്നു. അവർ കുയിൽ നാദത്തിൽ പാടുന്നുണ്ടായിരുന്നു. അതിലൊരുത്തി ഒരു പാത്രം വീഞ്ഞു കുടിച്ചു. ഒരു പാത്രം അവന് നീട്ടി. അവൻ വീഞ്ഞു കുടിച്ചു കഴിഞ്ഞതും കഴുത്തിൽ അടി കൊണ്ടതും ഒപ്പമായിരുന്നു. പരിഭവിച്ച് പുറത്തേക്കിറങ്ങിയ സഹോദരനെ വീണ്ടും ആ വൃദ്ധ സമാധാനിപ്പിച്ച് അകത്ത് കയറ്റി. ഇങ്ങനെ 3 പ്രാവശ്യം വീഞ്ഞു കുടിക്കലും അടിയും നടന്നു. പുറത്തേക്ക് പോകാൻ തുനിയുമ്പോൾ, നിന്റെ ആഗ്രഹം ഉടൻ നടക്കും, കുറച്ചുകൂടി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. അവസാനം വൃദ്ധ പറഞ്ഞു, നീ വൃത്തികെട്ട താടിയെല്ലാം വടിച്ച് വെടുപ്പാക്കണം. എന്തുകൊണ്ടെന്നാൽ യജമാനത്തി നിന്നിൽ ഭ്രമിച്ചിരിക്കുന്നു. താടിരോമം അവളുടെ മുഖത്ത് ഉരസാതിരിക്കണമല്ലോ. എന്തിനു പറയുന്നു? അവർ സഹോദരൻ്റെ താടിയും പുരികവും എല്ലാം വടിച്ച് മുഖത്ത് കുറെ ചുവന്ന ചായവും തേച്ചു. ആകെ ഒരു പിശാചിൻ്റെ രൂപത്തിലാക്കി. എന്നിട്ട് ആ ഹാളിലുണ്ടായിരുന്ന സകല സാധനങ്ങളും അയാളുടെ മുഖത്തും ദേഹത്തും വലിച്ചെറിഞ്ഞു. അടിയും ഇടയ്ക്കിടെ കൊടുത്തിരുന്നു.
അവശനായി പുറത്തേക്കിറങ്ങി ഓടിയ സഹോദരൻ അവസാനം അങ്ങാടിത്തെരുവിലാണ് എത്തിയത്. അവിടെയുള്ളവർ ഈ രൂപം കണ്ട് ആർത്തു വിളിച്ച് കഴുതപ്പുറത്ത് കയറ്റി ന്യായാധിപന്റെ അടുത്ത് കൊണ്ടുചെന്നു. വാലിയുടെ വകയായി വീണ്ടും കുറെ അടികൊണ്ടു. അവസാനം ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. എന്തു പറയുന്നു എൻ്റെ സ്വഭാവ മഹിമയെക്കുറിച്ച്? ഇനി മൂന്നാമത്തെ സഹോദരൻ്റെ കഥ. അന്ധനായ മൂന്നാമത്തെ സഹോദരൻ്റെ പേര് ബാക്ബാക്ക് എന്നാണ്. അവൻ ഒരു ദിവസം വല്ലതും ഇരന്നു വാങ്ങാനായി ഒരാളുടെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അയാൾ ഉദാരനായിരിക്കുമെന്നാണ് കരുതിയത്. വീട്ടുകാരൻ മുകളിലായിരുന്നു. ആരാണ് വാതിൽക്കൽ തട്ടുന്നതെന്ന് ചോദിച്ച് വീട്ടുടമ മിണ്ടാതിരുന്നു. തപ്പിത്തടഞ്ഞ് മുകളിലെത്തിയ എൻ്റെ അന്ധ സഹോദരനോട് അയാൾ നിർദ്ധയമായി പെരുമാറി. ഒന്നും കൊടുക്കാതെ ഇറക്കിവിട്ടു. പാവം, അവൻ തപ്പിത്തടഞ്ഞ് താഴെയെത്തി. അവിടെ അവൻ്റെ അന്ധന്മാരായ 2 കൂട്ടുകാർ കാത്തുനിന്നിരുന്നു. 3 പേരും കൂടി ഒരു സ്ഥലത്ത് അവരുടെ സമ്പാദ്യം കൂട്ടിവച്ചിരുന്നു. അതിലൊരു ഭാഗം എൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിനെടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഈ സമയം മുഴുവൻ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആ വീട്ടുടമസ്ഥൻ അവരറിയാതെ അവരെ പിന്തുടർന്നു. അയാൾ അവരുടെ കൂടെ ആ സമ്പാദ്യം വെച്ചിരുന്ന മുറിയിലും കടന്നുകൂടി. അവർ പണമെണ്ണി. 10,000 വെള്ളിയിൽ കൂടുതലുണ്ടായിരുന്നു. 10,000 വെള്ളി അവർ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. കൂടുതലുള്ളത് അവർ പങ്കിട്ടെടുത്തു. പിന്നീട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ സഹോദരന് ഒരപരിചിതൻ അടുത്തുണ്ടെന്ന് തോന്നി. അവർ അയാളെ തപ്പി പിടിച്ചടിച്ചു. കള്ളൻ കള്ളൻ എന്ന് ബഹളം കൂട്ടി. ആളുകൾ ഓടിക്കൂടിയപ്പോൾ അപരിചിതനും കുരുടനെ പോലെ അഭിനയിച്ചു. അവർക്കാർക്കും സംസാരിക്കാൻ ഇടകിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അവരെയും അപരിചിതനെയും ആളുകൾ ന്യായാധിപന്റെ മുമ്പിലെത്തിച്ചു. അപ്പോൾ അപരിചിതൻ പറഞ്ഞു, ഞങ്ങൾക്ക് ചുട്ടടി തന്നു നോക്കൂ, അപ്പോൾ ഞങ്ങളുടെ രഹസ്യം പുറത്താകും. ന്യായാധിപൻ ആദ്യം അയാളെ തന്നെ പിടികൂടി. കുറെ അടി കിട്ടിയപ്പോൾ അയാൾ ഒരു കണ്ണ് തുറന്നു. ന്യായാധിപന് അതിശയമായി. കുറെ കൂടി അടിച്ചപ്പോൾ മറ്റേ കണ്ണും തുറന്നു. അപ്പോൾ ആ നുണയൻ പറഞ്ഞു, ഞങ്ങൾ 4 പേരും കള്ളന്മാരാണ്, അന്ധത അഭിനയിക്കുന്നവരാണ്. ഞങ്ങൾ കവർച്ച ചെയ്ത് 10,000 വെള്ളി സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗമായ 2,500 വെള്ളി ചോദിച്ചപ്പോൾ അവരെന്നെ തല്ലിച്ചതച്ചു. അവിടുന്ന് തന്നെ എൻ്റെ ഭാഗം മേടിച്ചു തരണം. ന്യായാധിപൻ അത് വിശ്വസിച്ചു. മറ്റ് 3 കുരുടന്മാരെയും പിടിച്ച് തല്ലാൻ തുടങ്ങി. അവർക്കുണ്ടോ കണ്ണ് തുറക്കാൻ പറ്റുന്നു? എത്ര അടിച്ചിട്ടും കണ്ണ് തുറക്കാതിരുന്നപ്പോൾ ന്യായാധിപൻ ആളെ പറഞ്ഞയച്ച് കുടിലിൽ നിന്നും പണം വരുത്തി. അപരിചിതന് അവൻ്റെ ഭാഗം കൊടുത്ത് 3 പേരെയും അടിച്ചു പുറത്താക്കി. ഞാൻ ആ പാവം സഹോദരനെയും കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്വഭാവ ശുദ്ധിയെക്കുറിച്ച് എന്ത് പറയുന്നു? ഇനി 4ാമത്തെ സഹോദരൻ്റെ കഥ പറയാം. ഒറ്റക്കണ്ണനായ 4ാമത്തെ സഹോദരൻ ഒരു മാംസ വിൽപ്പനക്കാരനായിരുന്നു. അയാൾ മാംസം വിറ്റ് ധാരാളം പണം സമ്പാദിച്ചിരുന്നു. ഒരു ദിവസം ഒരു വയസ്സൻ ചെന്ന് കുറെ മാംസം മേടിച്ചു. അയാൾ കൊടുത്ത നാണയങ്ങൾക്ക് മറ്റുള്ളവയേക്കാൾ തിളക്കമുണ്ടായിരുന്നു. സഹോദരൻ അത് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ 4-5 പ്രാവശ്യം അയാൾ മാംസം മേടിച്ചു. ഒരു ദിവസം എല്ലാ പണവും കൊടുത്ത് ആടിനെ മേടിക്കാൻ നിശ്ചയിച്ച് സഹോദരൻ മേശ തുറന്നു നോക്കിയപ്പോൾ ആ നാണയങ്ങൾ വെറും വെള്ളക്കടലാസ് കഷ്ണങ്ങളായി മാറിയിരിക്കുന്നതാണ് കണ്ടത്. അവൻ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ആളുകൾ ഓടിക്കൂടി തൽക്കാലം സമാധാനിപ്പിച്ചു. ഒരു ദിവസം വീണ്ടും ആ വൃദ്ധൻ പീടികയിലെത്തി. എൻ്റെ സഹോദരൻ അയാളെ പിടിച്ചു നിർത്തി. ആളുകളെ വിളിച്ചുകൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ വയസ്സൻ പറഞ്ഞു, ആളുകളെ വിളിച്ചുകൂട്ടിയാൽ നിനക്കാണ് ശിക്ഷ ലഭിക്കുക. വൃദ്ധൻ കളിപ്പിക്കുകയാണെന്ന് വിചാരിച്ച് സഹോദരൻ ബഹളം കൂട്ടി. ഓടിക്കൂടിയ ആളുകൾക്ക് ഭയവും അതിശയവും ഉളവാക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. കൊന്ന ആടിനെയും പശുവിനെയുമൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നിടത്ത് മനുഷ്യരൂപങ്ങളാണ് കാണുന്നത്. അവരെല്ലാവരും കൂടി എൻ്റെ സഹോദരനെ പിടിച്ച് തല്ലാൻ തുടങ്ങി. ആളെ കൊല്ലിയെ വെറുതെ വിടാമോ? കാര്യം ന്യായാധിപന്റെ മുമ്പിലെത്തി. അദ്ദേഹം സഹോദരന്റെ സകല സ്വത്തും പിടിച്ചെടുത്ത് അവനെ തല്ലിച്ചതച്ചു വിട്ടു. പാവം അവശനായി അലഞ്ഞു നടന്നു. ഒടുവിലൊരു നഗരത്തിലെത്തി.
ഒരു ചെരുപ്പ് കുത്തിയായി ജോലി നോക്കി. ഒരു ദിവസം കഷ്ടകാലത്തിന് രാജാവും പരിവാരങ്ങളും ആ വഴി നായാട്ടിന് വന്നു. അവരെ കാണാനായി ഓടിയെത്തിയ സഹോദരനെ കണ്ട് രാജാവ് ക്ഷുഭിതനായി. അവനെ കഠിനമായി മർദ്ദിച്ചു. കാരണം എന്താണെന്നോ? ഒറ്റ കണ്ണനെ കാണുന്നത് അപശകുനമാണ്. രാജാവ് അത് പൊറുക്കുമോ? ജീവനം കൊണ്ട് ഓടിപ്പോയ സഹോദരൻ തൻ്റെ അലച്ചിലിനിടയിൽ ഒരു വാതിൽക്കൽ ചെന്നുപറ്റി. വാതിൽ തൊട്ടപ്പോഴേക്കും തുറന്നു. അകത്ത് പ്രവേശിച്ചവനെ രണ്ടാളുകൾ കൂടി അടിച്ചവശനാക്കി. നീയാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ ഒരു കുട്ടി നടക്കുന്നവൻ അല്ലേ? എൻ്റെ യജമാനൻ നിന്നെ നശിപ്പിച്ചെന്ന് പറഞ്ഞ് നീ യജമാനെ കൊല്ലാൻ കത്തിയും കൊണ്ട് നടക്കുകയല്ലേ? കഷ്ടകാലത്തിന് അവൻ്റെ പോക്കറ്റിൽ ചെരുപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കത്തിയുമുണ്ടായിരുന്നു. ദേഹത്തുണ്ടായിരുന്ന അടിയുടെ പാടുകൾ അവൻ തെമ്മാടിയാണെന്ന് കരുതാൻ നല്ല തെളിവുമായിരുന്നു. കേസ് അവിടുത്തെ ന്യായാധിപന്റെ മുമ്പിലെത്തി. അവിടെയും പ്രഹരം കിട്ടി. വിവരമറിഞ്ഞ് ഞാൻ പാവത്തിനെ കൂട്ടിക്കൊണ്ടുവന്നു. അവനിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഇനി 5ാമത്തെ സഹോദരൻ്റെ കഥ. എൻ്റെ 5ാമത്തെ സഹോദരന് ചെവി കേൾക്കില്ല. അയാൾ രാത്രി ഭിക്ഷയാചിച്ച് നടക്കും. കിട്ടിയതുകൊണ്ട് പകൽ ആഹാരം കഴിക്കും. അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അതിനിടയിൽ ഞങ്ങളുടെ പിതാവ് മരിച്ചു. 100 വെള്ളി വീതം ഞങ്ങൾക്ക് കിട്ടി. ചേട്ടൻ തൻ്റെ ഓഹരി കൊണ്ട് കുറെ കുപ്പി സാധനങ്ങൾ മേടിച്ചു. അത് ഒരു വലിയ താലത്തിൽ വെച്ച് ഒരു സ്ഥലത്ത് ചാരിയിരുന്ന് മനോരാജ്യത്തിൽ മുഴുകി. ഞാനത് വിൽക്കും. 200 വെള്ളിക്ക് പിന്നെയും കുപ്പി സാധനങ്ങൾ വാങ്ങും. 400 വെള്ളിക്ക് വിൽക്കും. അങ്ങനെ വാങ്ങിയും വിറ്റും അവസാനം വൈരക്കല്ലുകളും മറ്റും വാങ്ങാൻ തുടങ്ങും. പിന്നെ നല്ലൊരു വീട് വയ്ക്കും. നിറയെ വേലക്കാർ, നല്ല കുതിര, നല്ല ഭക്ഷണ സാധനങ്ങൾ, ഗായികമാർ, എല്ലാ സൗകര്യങ്ങളും സമ്പാദിക്കും. എന്നിട്ട് മന്ത്രിയുടെ അതിസുന്ദരിയായ മകളെ വിവാഹം കഴിക്കും. അവൾക്ക് സ്ത്രീധനമായി 10,000 സ്വർണം കൊടുക്കും. മന്ത്രി സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അയാളോട് തമ്മിൽ തല്ലി അവളെ കൊണ്ടുപോരും. പിന്നെ 10 ഷണ്ടന്മാരെ വാങ്ങിക്കും. പിന്നെ എൻ്റെ കുതിരയുടെ കടിഞ്ഞാണിന്മേൽ രാജാക്കന്മാർ ചെയ്യാറുള്ളത് പോലെ വൈരവും മുത്തും പിടിപ്പിക്കും. കുതിരപ്പുറത്ത് കയറി അനേകം വേലക്കാരുടെ അകമ്പടിയോടെ സവാരി ചെയ്യും. ആളുകൾ എന്നെ കണ്ടാൽ വണങ്ങും. അങ്ങനെ മന്ത്രിയുടെ വീട്ടിലെത്തുന്ന മരുമകനായ എന്നെ മന്ത്രി ഹാർദമായി സ്വീകരിക്കും. എന്നിട്ട് ഞാൻ ആ സ്ത്രീധനം അയാളുടെ മുമ്പിൽ വയ്ക്കും. മന്ത്രി 10 വാക്ക് ചോദിച്ചാലേ ഞാൻ 1 വാക്ക് മറുപടി പറയും. എൻ്റെ അന്തസ്സ് എനിക്ക് പാലിക്കണ്ടേ? മന്ത്രിയുടെ വേലക്കാരെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ നല്ല വസ്ത്രം സമ്മാനിക്കും. ഞാൻ അവരുടെ സമ്മാനങ്ങളൊന്നും തന്നെ സ്വീകരിക്കില്ല. രാത്രി എൻ്റെ മുമ്പിൽ സർവാഭരണ ഭൂഷിതയായി വന്നു നിൽക്കുന്ന എൻ്റെ ഭാര്യയുടെ അടുക്കൽ പോലും ഞാൻ വളരെ സംയമനപൂർവമേ പെരുമാറും. കുറച്ചു നേരം എൻ്റെ മുമ്പിൽ നിന്നാൽ ഒന്ന് നോക്കും. അല്ലെങ്കിൽ അവൾക്ക് വേദന തോന്നുമല്ലോ. ഒടുവിൽ അവളുടെ അമ്മ വന്ന് പറയും, എൻ്റെ മോനല്ലേ, അവൾ എത്ര നേരമായി നിൽക്കുന്നു, അവളോട് ദയാപൂർവം പെരുമാറൂ. അവളുടെ ദാസിമാരെയെല്ലാം ഞാൻ ധാരാളം സ്വർണം സമ്മാനിച്ചയക്കും. ഒടുവിൽ അവൾ തന്നെ ഒരു പാത്രം വീഞ്ഞുമായി വന്ന് എന്നോട് പറയും, ഞാൻ അങ്ങയുടെ വേലക്കാരിയാണ്, ഈ ദാസി തരുന്ന വീഞ്ഞു കുടിക്കൂ. ഞാൻ അവളുടെ കൈ തട്ടും, കാലുകൊണ്ട് ചവിട്ടും. പെട്ടെന്നവൻ ആഞ്ഞൊരു ചവിട്ടി ചവിട്ടി. ചവിട്ട് കൊണ്ടത് കുപ്പിപ്പാത്രങ്ങളിലായിരുന്നു. സകല സാധനങ്ങളും ഉടഞ്ഞു തകർന്നു. എൻ്റെ സഹോദരൻ അന്തം വിട്ട് കരയാൻ തുടങ്ങി. വെള്ളിയാഴ്ചയായിരുന്നതിനാൽ ആളുകൾ പ്രാർത്ഥനയ്ക്ക് പള്ളിയിലേക്ക് പോവുകയായിരുന്നു. പലരും അവനെ ദയയോടെ നോക്കി. അത്യധികം വിലപിടിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് അനേകം വേലക്കാരുടെ അകമ്പടിയോടെ ഒരു സുന്ദരിയും വന്നിരുന്നു. അവൾക്കവനിൽ അനുകമ്പ തോന്നി. അവൾ അവന് കൊടുക്കാൻ പറഞ്ഞ് വേലക്കാരനെ വിളിച്ച് ഒരു പണക്കിഴി ഏൽപ്പിച്ചു. അതിൽ 500 സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. സഹോദരൻ സന്തോഷത്തോടെ ധനികനായി വീട്ടിലേക്ക് മടങ്ങി. വീട്ടുവാതിൽക്കൽ ഒരു വൃദ്ധ കാത്തു നിന്നിരുന്നു. അവൾ ഉള്ളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു. സഹോദരൻ അത് സമ്മതിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയവർക്ക് അവൻ 2 പവൻ സമ്മാനിച്ചു. ഉടനെ വൃദ്ധ പറഞ്ഞു, ഈ പവൻ സമ്മാനിച്ച സ്ത്രീ നിന്നിൽ അനുരക്തയാണ്. അവർക്കൊരു ഭർത്താവുള്ളതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്. ഈ പവനും കൊണ്ട്
നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. അവൾ എന്ത് വേണമെങ്കിലും നിനക്ക് തരും. നിങ്ങളെപ്പോലുള്ള ഒരു യാചകനെ അവൾ പ്രേമിച്ചതാണ് എനിക്ക് അതിശയം. പാവം സഹോദരൻ അവളെ വിശ്വസിച്ച് കൂടെ പോയി. പടിക്കിലെത്തിയ സഹോദരനെ ഒരു സുന്ദരി വന്ന് കൂട്ടിക്കൊണ്ടുപോയി വീടിനകത്ത് കയറ്റി പവൻ മേശപ്പുറത്ത് വെച്ചപ്പോഴേക്കും മറ്റൊരു അതിസുന്ദരി കൂടി വന്നെത്തി. അവൾ സഹോദരന്റെ കൈ പിടിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. രാക്ഷസനെ പോലുള്ള ഒരു കറുത്തടിമ നീട്ടിപ്പിടിച്ച വാളുമായി രംഗത്തെത്തുന്നതാണ് സഹോദരൻ കണ്ടത്. അടിമ സഹോദരനെ പ്രഹരിക്കാൻ തുടങ്ങി. അവൻ പിടഞ്ഞു നിലവിളിച്ചു. ഒരുവൾ ശരീരത്തിലെ മുറിവുകളിൽ ഉപ്പ് പുരട്ടി. നീറ്റൽ സഹിച്ച് അവൻ ചത്തതുപോലെ അനങ്ങാതെ കിടന്നു. അപ്പോഴേക്കും ആ വൃദ്ധ വന്ന് കാൽ പിടിച്ചു വലിച്ച് അവനെ ഒരു ഇരുട്ട് മുറിയിൽ തള്ളി. അവിടെ അവൻ 2 ദിവസം കഴിഞ്ഞു. ഉപ്പിൻ്റെ ശക്തി കൊണ്ടോ എന്തോ മുറിവ് വേഗം കരിഞ്ഞു. ആ മുറിയിലെ ജാലകത്തിലൂടെ അവൻ രക്ഷപ്പെട്ടു. വൃദ്ധ ഇങ്ങനെ പലരെയും ചതിക്കുന്നത് എൻ്റെ സഹോദരൻ കാണാറുണ്ട്. പക്ഷേ അയാൾ ഒന്നും തന്നെ മിണ്ടാറില്ല. ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ മടിയിൽ കുറെ കുപ്പിക്കഷ്ണങ്ങൾ പൊതിഞ്ഞു വെച്ച് അവനൊരു വിദേശിയുടെ മാതിരി വേഷം ധരിച്ച് വൃദ്ധയുടെ മുമ്പിലെത്തി. അരയിൽ വാളും കരുതിയിരുന്നു. 900 പവൻ തൂക്കിയെടുക്കാൻ ഒരു ത്രാസുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൃദ്ധയെ സമീപിച്ചത്. സന്തുഷ്ടയായ വൃദ്ധ അയാളെ പഴയയിടത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. പഴയ പോലെ അടിമ വന്നപ്പോൾ സഹോദരൻ വാളെടുത്ത് അയാളെ വെട്ടിക്കൊന്നു. ഉപ്പ് തേക്കാൻ വന്നവളെയും തള്ളയെയും വെട്ടിനുറുക്കി. പിന്നെ ശേഷിച്ചത് ആ സുന്ദരി മാത്രം. അവൾ പറഞ്ഞു അവളെയും ആ വൃദ്ധ ചതിച്ച് അവിടെ എത്തിച്ചതാണെന്ന്. അവിടെയുള്ള പണമൊക്കെ എടുത്തുകൊണ്ട് രക്ഷപ്പെടാമെന്ന് അവൾ പറഞ്ഞു. അത് സമ്മതിച്ച് പുറത്തുപോയി വണ്ടിയും വിളിച്ചു വന്ന സഹോദരൻ കണ്ടത് ഒഴിഞ്ഞ വീടാണ്. കുറച്ച് പണം അവിടെ കിടന്നിരുന്നു. അതെല്ലാം പെറുക്കിയെടുത്ത് വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ കണി കണ്ടത് ന്യായാധിപന്റെ ആളുകളെയാണ്. ന്യായാധിപനോട് കഥകൾ പറഞ്ഞപ്പോൾ പണത്തിലൊരു ഭാഗം വാങ്ങി അയാൾ സഹോദരനെ വെറുതെ വിട്ടു. പക്ഷേ ആ നാട്ടിൽ നിന്ന് ഓടിക്കൊള്ളണമെന്നായിരുന്നു കൽപ്പന. ഇല്ലെങ്കിൽ രാജാവ് അറിഞ്ഞാലോ? വഴിക്ക് വെച്ച് കുറെ കള്ളന്മാർ ആ പണവും തട്ടിയെടുത്തു. പാവത്തിൻ്റെ ചെവികളും മുറിച്ചു. ഇപ്പോൾ അവനും എൻ്റെ കൂടെയാണ് വാസം. ഇനി അവസാനത്തെ സഹോദരൻ്റെ കഥ. അയാൾ വളരെ ദരിദ്രനായിരുന്നു. ഒരു ദിവസം വിശന്ന് വലഞ്ഞു നടക്കുമ്പോൾ ഒരു കവാടത്തിന് മുമ്പിലെത്തി. അവിടെ കാവൽ നിന്നിരുന്നവർ അയാളെ അകത്തേക്ക് വിട്ടു. മനോഹരമായ മണിമാളികയായിരുന്നു അത്. അവിടെ മാന്യനായ ഒരു യുവാവിരുന്നിരുന്നു. അയാൾ അതിസുന്ദരനായിരുന്നു. അയാളോടവൻ വസ്ത്രം ചോദിച്ചു. ഉടനെ ആ ഉദാരൻ നല്ല വസ്ത്രം നൽകി. ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ ഭക്ഷണം കൊടുത്തത് വിചിത്രമായൊരു രീതിയിലായിരുന്നു. അയാൾ അവിടെ ഇരുന്ന് കൽപ്പിക്കും, കൈ കഴുകാൻ വെള്ളം കൊണ്ടുവരൂ. കുറെ വേലക്കാർ വെള്ളം കൊണ്ടുവരുന്നതായി നടിക്കും. അയാൾ കൈ കഴുകുന്നതുപോലെ കാണിക്കും. എൻ്റെ സഹോദരനും അതുപോലെയെല്ലാം അഭിനയിച്ചു. അങ്ങനെ വിശിഷ്ടമായ പല ഭക്ഷണ സാധനങ്ങളും വരുത്തുന്നതായി അഭിനയിച്ചു. എൻ്റെ സഹോദരന് ആംഗ്യം കൊണ്ട് ഭക്ഷണം കഴിച്ച് വിശപ്പടക്കേണ്ടി വന്നു. സഹോദരന് ദേഷ്യം വന്നു തുടങ്ങി. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ മനസ്സിൽ കരുതി. ആതിഥേയൻ വീഞ്ഞു വരുത്തി. വീഞ്ഞു കൊണ്ടുവന്നതും മുമ്പത്തെ പോലെ തന്നെ. എൻ്റെ സഹോദരൻ വീഞ്ഞു കുടിച്ച് മത്തനായതുപോലെ അഭിനയിച്ച് ആതിഥേയന് നല്ല പ്രഹരം നൽകി. എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്നായി ആ മനുഷ്യൻ. ഉടനെ സഹോദരൻ പറഞ്ഞു, വീഞ്ഞു കുടിച്ച് ബോധമില്ലാതെ ചെയ്തു പോയതാണ്. ആ മാന്യൻ സഹോദരൻ്റെ ബുദ്ധി സാമർഥ്യം കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം മരിക്കുന്നതുവരെ സഹോദരനെ കൂടെ താമസിപ്പിച്ചു. മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സുൽത്താൻ കണ്ടുകെട്ടി. ഒഴിഞ്ഞ കൈയുമായി എൻ്റെ സഹോദരൻ തെരുവിലേക്കിറങ്ങി. വഴിയിൽ വെച്ച് കുറെ അക്രമികൾ വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി. അവർക്ക് നൽകാൻ കയ്യിലൊന്നും തന്നെയില്ലായിരുന്നു. അവർ അവൻ്റെ ചുണ്ടുകൾ മുറിച്ചു. എന്നാൽ കൂട്ടത്തിലൊരുവൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സഹോദരനിൽ അനുകമ്പയും സ്നേഹവും തോന്നി. ഒരു ദിവസം എൻ്റെ സഹോദരൻ അവളോട് ചേർന്നിരിക്കുന്നത് കണ്ട് ക്രുദ്ധനായ ഭർത്താവ് അവനെ വെട്ടി മുറിവേൽപ്പിച്ചു. നാട്ടിൽ നിന്നും ഓടിച്ചു. ചില യാത്രക്കാർ സഹോദരനെ എൻ്റെ അടുക്കൽ എത്തിച്ചു.
ഇപ്പോൾ മനസ്സിലായില്ലേ? 6 സഹോദരന്മാരിൽ ബുദ്ധിയും സ്വഭാവ മഹിമയുമുള്ള വ്യക്തി ഞാനാണെന്ന്. എൻ്റെ കഥകൾ കേട്ട ഖലീഫ ചിരിച്ചെങ്കിലും ആ നാട്ടിൽ നിന്ന് പോകണമെന്ന് കൽപ്പിച്ചു. പല രാജ്യങ്ങളും ചുറ്റി നടന്ന ഞാൻ ഒടുവിൽ ഖലീഫ മരിച്ചെന്നറിഞ്ഞ് വീണ്ടും ബാഗ്ദാദിലെത്തിയതാണ്. ഞാൻ ഈ മനുഷ്യനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ കൊല്ലപ്പെടുമായിരുന്നു. ഇയാൾ എന്നെപ്പറ്റി പറഞ്ഞതെല്ലാം അവാസ്തവമാണ്. കഥ കേട്ട ഞങ്ങൾക്ക് ക്ഷുരകന്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് മതിപ്പുണ്ടായി. ഞങ്ങൾ ആ ചെറുപ്പക്കാരനെ പിടിച്ച് അവിടെ ഇരുത്തി. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കലശലായി പരിഭവിച്ചു. നിങ്ങൾ പകൽ മുഴുവൻ രസിച്ച് നടക്കുകയായിരുന്നില്ലേ എന്നെ കൊണ്ടുപോകാതെ? അവൾ വഴക്ക് പറഞ്ഞു. അവളെ സമാധാനിപ്പിക്കാനായി രാത്രി അവളെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അങ്ങനെയാണ് കൂനനെ കണ്ടുമുട്ടിയത്. കഷ്ടകാലത്തിന് മീനിന്റെ മുള്ള് തൊണ്ടയിൽ തറച്ച് അയാൾ ചത്തു. പേടിച്ചരണ്ട ഞങ്ങൾ അവനെ വൈദ്യന്റെ വീട്ടിലെത്തിച്ചു. ഇതാണ് കഥ. കഥകൾ കേട്ട രാജാവിന് വളരെ സന്തോഷമായി. കഥ പറഞ്ഞ് രസിപ്പിച്ച ക്ഷുരകനെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചു. കൂനന്റെ ശവം എല്ലാവരും ചേർന്ന് മറവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ക്ഷുരകൻ മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു. അയാൾ 90 കഴിഞ്ഞ വയസ്സനായിരുന്നു. താടിയും പുരികവും നരച്ചിരുന്നു. ചെറിയ ചെവികളും നീണ്ട മൂക്കുമുള്ള ആ വയസ്സനെ രാജാവിന് വളരെ ഇഷ്ടമായി. എല്ലാ കഥകളും വൃദ്ധനെ പറഞ്ഞു കേൾപ്പിക്കാൻ രാജാവ് പറഞ്ഞു. ഉടനെ വൃദ്ധൻ കൂനനെ ആവരണം ചെയ്തിരുന്ന വസ്ത്രം നീക്കി. ക്ഷുരകൻ കൂനന്റെ മുഖത്തേക്ക് നോക്കി ഉറക്കി ചിരിക്കാൻ തുടങ്ങി. രാജാവ് അതിശയിച്ചു പോയി. ക്ഷുരകൻ പറഞ്ഞു, ഇവന് ജീവനുണ്ട്. ക്ഷുരകൻ ഒരു മരുന്നെടുത്ത് കൂനന്റെ കഴുത്തിൽ പുരട്ടി. അവിടെ വിയർപ്പിച്ചു. തൊണ്ടയിൽ കൈയിട്ട് മീൻ മുള്ളു വലിച്ചെടുത്തു. കൂനൻ ചാടി എഴുന്നേറ്റു. എല്ലാവരും അത്ഭുതപ്പെട്ടു. രാജാവിന് സന്തോഷമായി. എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി. അദ്ദേഹം കഥകൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഗ്രന്ഥാലയത്തിൽ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.